സ്നേഹം വേണം. കാരണം കുടുംബം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ബന്ധമാണ്. ചില ആളുകളുണ്ട് സ്വലാത്തിന് കൃത്യമായി പങ്കെടുക്കും, അതാത് റാത്തീബ് കൃത്യമായി ചൊല്ലും, വേണമെങ്കിൽ വിറുദുൽ ലത്തീഫും ചൊല്ലും, സുന്നത്ത് നോമ്പ് മുഹറത്തിലെടുക്കും. മുഹറം 9ഉം 10ഉം പ്രത്യേകം സുന്നത്താണ്, 11നും പ്രത്യേകം സുന്നത്താണ്. മുഹറമാസം നോമ്പിന് വളരെ നല്ല മാസമാണ്. അത് വലിയ പവിത്രതയുള്ള മാസമാണ്, വലിയ ബഹുമാനമുള്ള മാസമാണ്. ഞാൻ മംഗലാപുരത്ത് കൂടി ഇങ്ങനെ വരുമ്പോ ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എനിക്കൊരു ചെറിയ വീട്ടിന്റെ പണി തുടങ്ങണമെന്നുണ്ട്, അത് മുഹറം മാസത്തിൽ 10ൽ തുടങ്ങാൻ പറ്റുമോ? മുഹറം മാസത്തിൽ വല്ല കുഴപ്പമുണ്ടോ? സുബ്ഹാനല്ലാഹ്, മുഹറം കുഴപ്പത്തിന്റെ മാസമല്ല, മുഹറം വലിയ ബഹുമാനമുള്ള മാസമാണ്. പിന്നെ പഴയ കാലത്ത് ചിലര് പറയും നമ്മളെ കല്യാണവും വിവാഹവും സദ്യയുമൊക്കെ മുഹറം 10 കഴിഞ്ഞിട്ടാകാം എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. അതിന്റെ കാരണം മുഹറം 10ഉം നോമ്പെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് അപ്പം കല്യാണം കഴിച്ച് ഇങ്ങനെ ഫുഡ് കൊടുക്കണ്ട, അത് കഴിഞ്ഞിട്ടാകാം. അത് സുന്നത്ത് നോമ്പിനെ ബഹുമാനിച്ചതാണ്, മുഹറം മാസത്തിന്റെ ബഹുമാനം കണക്കിലെടുത്തിട്ടാണ്. മുഹറം മാസം മോശമായതുകൊണ്ടല്ല, അല്ലാഹു തആല കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്ന മാസം അതല്ല മോശമാക്കൂല. അർബഅത്തുൻ ഹുറും, പവിത്ര മാസം, ബഹുമാനമുള്ള മാസം, 4 എന്ന് ഖുർആൻ പറഞ്ഞതിലൊന്നാണ് മുഹറം. അതുകൊണ്ട് മുഹറം മാസം ഒരു മോശമായ മാസമല്ല, അത് നല്ല മാസം, വളരെ ബഹുമാനമുള്ള മാസമാണ്. ഇബാദത്തിനും സൽക്കർമ്മങ്ങൾക്കും വളരെ നല്ല മാസമാണ്. നോമ്പിന് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ ജീവിക്കുകയാണ് മനുഷ്യൻ വേണ്ടത്. നന്മയാണ് ചെയ്യേണ്ടത്, സ്നേഹമാണ് കാണിക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഉപ്പാപ്പയും ഉമ്മാമയും കുടുംബവുമൊക്കെ. അപ്പൊ ചിലര് സുന്നത്ത് നോമ്പിന് അവര് പിന്നോട്ടില്ല, സിയാറത്തിന് പിന്നോട്ടില്ല, SSFന്റെ പ്രവർത്തനത്തിന് പിന്നോട്ടില്ല, SYSന്റെ പ്രവർത്തനത്തിന് പിന്നോട്ടില്ല. അതുപോലെ നമ്മളെ പ്രവർത്തനങ്ങൾക്കൊക്കെ റെഡിയാണ്. പക്ഷേ ബാപ്പാന്റെ അനുജനോട് മിണ്ടലില്ല, ഉപ്പാന്റെ പെങ്ങളുമായി സ്നേഹത്തിലല്ല, അല്ലെങ്കിൽ അമ്മാമനുമായിട്ട് നല്ല ജീവിതമല്ല, അല്ലെങ്കിൽ ജേഷ്ഠാനുജന്മാര് തമ്മിൽ മിണ്ടലില്ല, അല്ലെ പെങ്ങളും ആങ്ങളെയും തമ്മിൽ മിണ്ടലില്ല. അങ്ങനെ ഒരു ഇസ്ലാമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാണ് കുടുംബങ്ങൾ. ഇതുപോലെ അയൽവാസികൾ തമ്മിൽ മിണ്ടാത്തവരുണ്ട്, തൊട്ടടുത്ത് ജീവിക്കുന്നവർ തമ്മിൽ, തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവർ തമ്മിൽ, തൊട്ടടുത്ത റൂമിലുള്ളവർ തമ്മിൽ, തൊട്ടടുത്ത് ജീവിക്കുന്നവർ തമ്മിൽ. അങ്ങനെയും നമുക്കൊരു ജീവിതം പാടില്ല. സ്നേഹിക്കേണ്ടവരെ എല്ലാം സ്നേഹിക്കണം. അത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള സ്നേഹമാകണം. ഇസ്ലാമിന് എല്ലാറ്റിനും ലിമിറ്റുണ്ട്. ലിമിറ്റ് വിട്ടുകൊണ്ടുള്ള സ്നേഹം പാടില്ല. ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ സ്നേഹിക്കാൻ പാടില്ല. അഥവാ മുഅ്മിനത്താണെന്ന നിലക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ അവൾക്ക് ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. പക്ഷേ മുഖത്ത് നോക്കിക്കൊണ്ടുള്ള സ്നേഹം പാടില്ല, പരസ്പരം തൊട്ടുകൊണ്ടുള്ള സ്നേഹം പാടില്ല. അതേ അതുപോലെ ഹറാമ് ചിന്തിച്ചുകൊണ്ടുള്ള സ്നേഹം പാടില്ല. ചെറിയ കുട്ടികളെ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാം. അത് താടിയും മീശയും മുടക്കാത്ത ആൺകുട്ടികളുണ്ടാകും, അവർക്കും ക്ലാസ് എടുക്കാം. പക്ഷേ അവരെ മുഖത്തേക്ക് വികാരത്തോടുകൂടി നോക്കാൻ പാടില്ല, ശഹ്വത്തിന്റെ നോട്ടം നോക്കാൻ പാടില്ല. ശഹ്വത്തില്ലെങ്കിലും നോക്കരുതെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. പെണ്ണിന്റെ മുഖം പോലെയാണെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. പല പണ്ഡിതന്മാരും പറഞ്ഞു വികാരത്തോടെയാണെങ്കിൽ നോക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ എഴുതി വെച്ചു. കാരണം മനുഷ്യൻ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല, അതിനുള്ള വകുപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സ്നേഹത്തിന് ലിമിറ്റുണ്ട്, സ്നേഹത്തിന് ലിമിറ്റുണ്ട്. ആ ലിമിറ്റനുസരിച്ചുള്ള സ്നേഹം വേണം സുഹൃത്തുക്കളെ. അതുപോലെ മുസ്ലിമീങ്ങൾ പരസ്പരം ഇസ്ലാമികമായ സ്നേഹം വേണം. മനുഷ്യന്മാര് തമ്മിൽ മനുഷ്യരെന്ന നിലക്കുള്ള സ്നേഹം വേണം. അതെല്ലാ മനുഷ്യർക്കും സൗഹാർദ്ദവും സ്നേഹവും വേണം. അതല്ലേ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി
വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് നന്മ ചെയ്തു കൊടുക്കുക, അവരോട് നീതി പുലർത്തുക. അത് പടച്ചവൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആരോടും അനീതി കാണിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വിഭാഗം നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവരെയാണ്. സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവരാരാണ്? എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളെ ഗുരുനാഥന്മാർ, അവരെ നിങ്ങൾ നന്നായി മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. പഠിപ്പിക്കുന്ന കാലത്ത് മാത്രം സ്നേഹിച്ചാൽ പോരാ. പഠിപ്പിച്ച് നമ്മൾ കുറെ വലുതായി കഴിഞ്ഞാലും നമുക്ക് മുമ്പ് നിസ്കാരം പഠിപ്പിച്ച, നോമ്പ് പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഉസ്താദിനെ മറന്നു പോകാൻ പാടില്ല. ആ ഉസ്താദിമാരോടുള്ള സ്നേഹം നിലനിർത്തണം, അവരോടുള്ള ബഹുമാനം നിലനിർത്തണം, അവരോടുള്ള പ്രിയം നിലനിർത്തണം. അവര് മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടില്ലേ, നിങ്ങൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഏത് നിസ്കാരം 5 നേരം നിസ്കരിച്ചാലും ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ എന്റെ ഉസ്താദ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ നടത്താറുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ പണ്ഡിതന്മാർ വലിയ അസാതീദിന അല്ലെങ്കിൽ വലിയ മശായിഖിന, ഞങ്ങളെ ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണം, കാരുണ്യം ചെയ്യണമെന്ന് ദുആ ചെയ്യുന്നത് നമ്മുടെ കടപ്പാട് വീട്ടുകയാണ്. നേരത്തെ ആരോ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വാല് ഞാൻ കേട്ടു. ആ വാലിൽ ഞാൻ കേട്ട ഒരു വാചകം എന്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു. പുത്തൻവാദികളായ കക്ഷികള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പറയുന്നുവെന്ന് ആരോ ഒരാൾ ഇവിടുന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രശ്നം ഞാൻ കേട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആ പുത്തൻവാദികളോട് ഖുർആനിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കൂ. അവരോട് നിങ്ങൾ ചോദിക്കൂ, അതാ അബൂജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ പറ്റുമോ? അബൂലഹബ് റഹ്മഹുല്ലാ എന്ന് പറയാൻ പറ്റുമോ? കാരുണ്യത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്നവരോട് ചോദിക്കൂ. പറ്റൂല എന്നാണ് അവര് പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നബിയേ പറയൂ, അതാ നബിയേ പറയൂ, റബ്ബിർഹംഹുമാ, എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ? അങ്ങനെ അല്ലാഹു തആല റഹ്മത്ത് ചോദിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടിയെന്ന് ഖുർആനിൽ നിർദ്ദേശം നൽകുമ്പോ